ഹായ് ഓൾ, നമുക്ക് ലേണിംഗ് തിയറി അറിയാം അല്ലേ? ലേണിംഗിന്റെ പല പല തിയറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആരുടെയാണ്? BF സ്കിന്നറിന്റെ ആണല്ലേ. അതിൽ മെയിൻ ആയിട്ടും കോൺസിക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റിനെയും പണിഷ്മെന്റിനെയും വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതുപോലെ തന്നെ പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗിവിംഗ് സംതിങ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊടുക്കുകയാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ എന്താണ്? റിമൂവിംഗ് സംതിങ് അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിമൂവ് ചെയ്യാനാണ്. ഈ റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും ഒരു ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇനി പോസിറ്റീവ് പണിഷ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആഡിങ് സംതിങ് അൺപ്ലസന്റ്. ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുകയാണ്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്താണ്? ടേക്കിംഗ് അവേ സംതിങ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മാറ്റുകയാണ്, എടുത്തു മാറ്റുകയാണ്. പണിഷ്മെന്റ് എപ്പോഴും എന്തിനാണ്? ഒരു ബിഹേവിയറിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ബിഹേവിയറിന്റെ സ്ട്രെങ്ത് കൂട്ടാനും പണിഷ്മെന്റ് എന്ന് പറയുന്നത് ബിഹേവിയറിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ കോൺസെപ്റ്റുകൾ ഈസിലി മനസ്സിലാക്കാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക.